Good morning, dear students. നമുക്കിന്ന് മോഡ്യൂൾ 2-ലെ ഫസ്റ്റ് ടോപ്പിക്കാണ് ഫങ്ഷൻസ് ഇൻ സി. സിക്കകത്തുള്ള ഫങ്ഷൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. സോ മോഡ്യൂൾ 2-നകത്തുള്ള പോയിന്റർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമ്മൾ ലാസ്റ്റ് ഡേ പഠിച്ചായിരുന്നു. ഇനി ഫങ്ഷൻസ് എന്താണ്? അപ്പം ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുമ്പോഴും ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അതിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സാധാരണ രീതിയിൽ നമ്മൾ ലാസ്റ്റ് ഡേ ഒക്കെ നമ്മൾ പ്രോഗ്രാംസ് എഴുതി പെർഫെക്റ്റ് നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്തു, ഫാക്ടോറിയൽ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ സം ഓഫ് ടു നമ്പേഴ്സ് ചെയ്തു. ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുമ്പം അതിനകത്ത് ആകെ കുറച്ച് ലിമിറ്റഡ് നമ്പർ ഓഫ് ലൈൻസേ ഉള്ളൂ, ഒന്നെങ്കിൽ ഒരു 8 ലൈൻ അല്ലെങ്കിൽ ഒരു 10 ലൈൻ. സോ നമ്മൾ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലൂടെ ചെയ്യുന്നത് ഈ ചെറിയ ചെറിയ കാൽക്കുലേഷൻസ് മാത്രമല്ല, വലിയ ലാർജ് ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസ് ആണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ലൈൻസ് അല്ലെങ്കിൽ ലൈൻസ് ഓഫ് കോഡ് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. ഓക്കെ, ലെങ്തി പ്രോഗ്രാംസ് ആയിരിക്കും. അതായത് ചിലപ്പോൾ തൗസൻഡ്സ് ലൈൻസ് ഓഫ് പ്രോഗ്രാംസ് ഉണ്ടാകും. അങ്ങനെ ലെങ്തി ആയിട്ടുള്ള പ്രോഗ്രാംസ് നമ്മൾ സാധാരണ പ്രോഗ്രാമിനകത്ത് എഴുതുന്നത് മെയിനിനകത്താണ് അല്ലേ. മെയിനിനകത്ത് ലൈൻ ബൈ ലൈൻ ആയിട്ട് നമ്മളിങ്ങനെ ലെങ്തി ലൈൻസ് ഓഫ് കോഡ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെ കോംപ്ലക്സ് ആണ്. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ചെറിയൊരു അപ്ഡേഷൻ നമുക്ക് വരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫുൾ ലൈൻസ് നമ്മൾ ചെക്ക് ചെയ്യണം, എവിടെയാണ് നമുക്ക് ഒരു പർട്ടിക്കുലർ ചേഞ്ച് വരുത്തേണ്ടതെന്നുള്ള അങ്ങനെയുള്ള ഒരുപാട് കോംപ്ലക്സ് ആയി പോവും. അതുപോലെ തന്നെ ലെങ്തി പ്രോഗ്രാംസ് ആയിരിക്കും, ടൈം വളരെ കൂടുതൽ എടുക്കും നമ്മൾ ഇതുപോലെ ചെയ്യുവാണെങ്കിൽ. അതിന് പകരമായിട്ട് നമ്മളൊരു മോഡുലാർ പ്രോഗ്രാമിംഗ് അപ്രോച്ച്, അതായത് നമുക്ക് ഒരു ടാസ്ക് നമുക്ക് തന്നിട്ടുണ്ട്. ആ ടാസ്കിനെ നമ്മൾ പല പല സബ് ടാസ്കുകളായിട്ട് പല പല മോഡ്യൂൾസ് ആയിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ ഈ മോഡ്യൂൾസിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തണമെങ്കിൽ ആ പർട്ടിക്കുലർ മോഡ്യൂളിൽ മാത്രം ചേഞ്ച് ചെയ്താൽ മതി. ഹോൾ ലെങ്തി പ്രോഗ്രാം നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട. അതിന് പകരമായിട്ട് നമ്മൾ പല പല മോഡ്യൂൾസ് ആയിട്ട് ലൈൻസ് ഓഫ് കോഡിനെ തന്നെ പല പല മോഡ്യൂൾസ് ആയിട്ട് നമ്മൾ മാറ്റി വെക്കുവാണ്. ഓക്കെ, അതിനെയാണ് നമ്മൾ ഫങ്ഷൻസ് അല്ലെങ്കിൽ മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ റിയൽ വേൾഡിലുള്ള നമ്മളൊരു ഡിവിഷൻ എടുക്കുകയാണ്, ഒരു ചോക്ലേറ്റ് ഫാക്ടറിക്കകത്തുള്ള വർക്കിംഗ് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ, അപ്പം ഈ ചോക്ലേറ്റ് ഫാക്ടറിയിൽ പല പല സെക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതല്ല, ഇത് റിയൽ വേൾഡിൽ നടക്കുന്ന ഒരു കാര്യം നമുക്ക് എങ്ങനെ ഫങ്ഷൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ചോക്ലേറ്റ് ഫാക്ടറിക്കകത്ത് വൈറ്റ് ചോക്ലേറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സെക്ഷൻ ഉണ്ടാവും, പീനട്ട് ബട്ടർ ചോക്ലേറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സെക്ഷൻ ഉണ്ടാവും, മിൽക്ക് ചോക്ലേറ്റ്, അതുപോലെ ചോക്ലേറ്റ് വേഫേഴ്സ്, പിന്നെ ഇതിനെല്ലാം മാനേജ് ചെയ്യുന്ന ഒരു സെക്ഷൻ ഉണ്ടാവും, ഹെഡ് സെക്ഷൻ ഉണ്ടാവും. ഒരു ഫാക്ടറിയിൽ ചെന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിനെ നമുക്ക് മോഡ്യൂൾസ് അല്ലെങ്കിൽ ഫങ്ഷൻസ് എന്ന് പറയാം. കാര്യം എന്താ, ചോക്ലേറ്റ് ഫാക്ടറി എന്ന് പറയുന്ന ഒരു ലാർജ് ടാസ്ക് ആണ് അല്ലേ. ചോക്ലേറ്റ് ഫാക്ടറിയിലുള്ള ഒരു ലാർജ് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അതിനകത്തുള്ള ടാസ്കുകളെല്ലാം നമ്മൾ പല പല യൂണിറ്റ് ആക്കി മാറ്റി പല പല ആൾക്കാർക്ക് അങ്ങ് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് മോഡ്യൂൾസ് അല്ലെങ്കിൽ ഫങ്ഷൻസ് എന്ന് പറയും. ഓരോ യൂണിറ്റിനെയും ഓരോ ഫങ്ഷൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതിൽ എങ്ങനെയാണ് നമ്മൾ വർക്കിംഗ് നടക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇതിനെല്ലാത്തിനെയും മാനേജ് ചെയ്യുന്ന, ഇതിനെല്ലാത്തിനെയും ഈ ഓരോ ഡിവിഷനെയും നമുക്ക് കോൾ ചെയ്യുന്ന ഒരു മെയിൻ ഒരു ഫംഗ്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ മെയിൻ ഒരു ആളുണ്ടാവും. അതിനെയാണ് നമ്മുടെ സാധാ സി പ്രോഗ്രാമിനകത്തുള്ള മെയിൻ പ്രോഗ്രാമുമായിട്ട് ആ മെയിൻ യൂണിറ്റിനെ പറയാം. ഓക്കെ, അപ്പോൾ സാധാരണ നമ്മൾ ലൈൻസ് ഓഫ് കോഡ് എഴുതുന്നത് മെയിൻ പ്രോഗ്രാമിനകത്താണ്. മെയിൻ പ്രോഗ്രാമിനകത്താണ് നമ്മൾ ലൈൻസ് ഓഫ് കോഡ് എഴുതുന്നത്. സോ ഈ മെയിൻ പ്രോഗ്രാമിൽ ലൈൻസ് ഓഫ് കോഡ് എഴുതുമ്പോൾ ഇത് ലെങ്തി ആയിട്ട് ചുമ്മാ പോകുന്നതിനും പകരം നമ്മൾ എന്ത് ചെയ്തു, ഓരോ സെക്ഷനെയും പല പല ഫംഗ്ഷൻ ആക്കി മാറ്റി. അപ്പോൾ എന്താണ്, മിൽക്ക് ചോക്ലേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു, വൈറ്റ് ചോക്ലേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ അപ്പോൾ ഇവിടെ ചെയ്യുന്ന ടാസ്കുകളെല്ലാം ഒരു ബ്ലോക്കിനകത്താക്കി. ഈ ബ്ലോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്രേസസ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അതിനെ ഒരു ബ്ലോക്ക് എന്ന് പറയാം. അപ്പോൾ ഇത് മെയിൻ ഫങ്ഷൻസ് ചെയ്യുന്ന ഒരു മോഡ്യൂള്, ഒരു ഫംഗ്ഷൻ, മെയിൻ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ. സോ സാധാ പോലെ തന്നെ നമ്മൾ പാരാന്തസിസ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു, ബ്രേസസ് ഓപ്പൺ ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ലിസ്റ്റ് ചെയ്തു. അടുത്ത എന്താണ്, മിൽക്ക് ചോക്ലേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ. സോ മെയിൻ ഫംഗ്ഷൻ എഴുതുന്ന കണക്ക് തന്നെയാണ്. സോ മിൽക്ക് ചോക്ലേറ്റ് പ്രൊഡക്ഷൻ, പാരാന്തസിസ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു, ബ്രേസസ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് അതിനകത്ത് അതിൻ്റെ കാര്യങ്ങളെല്ലാം എഴുതി. ഇതുപോലെ നമുക്ക് എത്ര ഫംഗ്ഷൻസ് വേണമെങ്കിലും എഴുതാം. ഈ ഓരോന്നിനെയും നമുക്ക് എന്തെന്നാ പറയുക, ഫംഗ്ഷൻസ് എന്നാണ് പറയുക. ഇനി ആവശ്യമുള്ളപ്പോൾ മെയിനിനകത്ത് നമ്മൾ ഈ ഫംഗ്ഷൻസിനെ അങ്ങ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ മെയിൻ ആളിന് നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ആണ് വേണ്ടതെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് ഫംഗ്ഷനെ അങ്ങ് വിളിക്കും. അതുപോലെ മിൽക്ക് ചോക്ലേറ്റ് ആണ് വേണ്ടതെങ്കിൽ മിൽക്ക് ചോക്ലേറ്റ് ഫംഗ്ഷനെ വിളിക്കും. അത് പീനട്ട് ബട്ടർ ചോക്ലേറ്റ് ആണ് വേണ്ടതെങ്കിൽ പീനട്ട് ബട്ടർ ചോക്ലേറ്റിന്റെ കറസ്പോണ്ടിങ് ഫംഗ്ഷനെ വിളിക്കും. അങ്ങനെ നമ്മൾ യൂസ് ചെയ്താൽ മാത്രം മതി അല്ലേ. അപ്പം ഇതാണ് പീനട്ട് ബട്ടർ ചോക്ലേറ്റിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റ് ആണെന്ന് വിചാരിക്കുക. ഇതാണ് പീനട്ട് ബട്ടർ ചോക്ലേറ്റ് വർക്ക് ചെയ്യുന്നത്. അതെ, ഇവിടെയാണ് ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇതിനകത്താണ് ഈ യൂണിറ്റിൽ ഈ ഫംഗ്ഷനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്നത് ഈ ഫംഗ്ഷനകത്താണ്. ഇതാണ് നമ്മളതിന്റെ കറസ്പോണ്ടിങ് ആ പ്രോഗ്രാമിംഗ് ലോജിക്കിലോട്ട് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ പീനട്ട് ബട്ടർ ചോക്ലേറ്റ് പ്രൊഡക്ഷനകത്ത്
പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പീനട്ട് ബട്ടർ ചോക്ലേറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് അതിനകത്ത് നടക്കുന്ന ജോലി. അപ്പൊ ഇതിനകത്ത് ഈ ഒരു ജോലി നടക്കണം എന്നുണ്ടെങ്കിൽ, ഈ യൂണിറ്റിനകത്ത് ഈ ഒരു ജോലി പീനട്ട് ബട്ടർ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആവശ്യമായിട്ട് സം ഇൻപുട്ട് വേണം അല്ലേ? എന്തൊക്കെ ഇൻപുട്ടാണ് വേണ്ടത്? പീനട്ടും വേണം, ബട്ടറും വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ബക്കറ്റ് പീനട്ടും കൊടുക്കുക, ഒരു ബക്കറ്റ് ബട്ടറും കൊടുത്താൽ മാത്രമേ എന്താ പീനട്ട് ബട്ടർ ചോക്ലേറ്റ് പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. അപ്പൊ ഇതിനെയാണ് ഈ ഫംഗ്ഷന്റെ ഇൻപുട്ട്, അതായത് ബക്കറ്റിനകത്ത് നമ്മൾ പീനട്ടും ബട്ടറും കൊടുത്താൽ മാത്രമേ ഈ യൂണിറ്റിനകത്ത് വർക്ക് നടന്ന് പീനട്ട് ബട്ടർ പ്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പൊ ഈ ഒരു ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യുമ്പോൾ, മെയിൻ ആള് ഈ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോഴത്തേക്ക്, ഈ ഒരു മെയിൻ യൂണിറ്റിനെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും, വർക്ക് ചെയ്യണമെന്ന് പറയണമെങ്കിൽ ഈ ആവശ്യമായിട്ടുള്ള വാല്യൂ അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള ഇൻപുട്ട് കൊടുത്തേക്കണം. ഓക്കെ, ഇതിനെ നമ്മൾ എന്തെന്ന് പറയും? ആർഗ്യുമെന്റ്സ് എന്ന് പറയും. ഇതിനെ നമ്മൾ ആർഗ്യുമെന്റ്സ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ ആർഗ്യുമെന്റ്സ് നമുക്ക് കിട്ടിയാൽ മാത്രമേ ഈ ഫംഗ്ഷനകത്തുള്ള സ്റ്റേറ്റ്മെന്റുകൾ അല്ലെങ്കിൽ ഈ ഫംഗ്ഷനകത്തുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് റിട്ടേൺ ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? ലാസ്റ്റ് നമുക്ക് എന്തൊരു ബക്കറ്റ് 3, പുതിയതൊരു ബക്കറ്റിനകത്ത് നമുക്ക് പീനട്ട് ബട്ടർ ചോക്ലേറ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു തരിക. നമ്മൾ മെയിൻ ആൾ ഇയാളെ ഈ ഫംഗ്ഷൻ യൂണിറ്റിനെ വിളിക്കുമ്പോഴത്തേക്ക്, വിളിക്കുന്ന സമയത്ത് നമ്മൾ പീനട്ടും ബട്ടറും കൊടുക്കും. ഈ ഫംഗ്ഷൻ വിളിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യും? തിരിച്ച് നമുക്ക് ഒരു പീനട്ട് ബട്ടർ ചോക്ലേറ്റ് തിരിച്ചു തരും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു വർക്കിംഗ്. അപ്പൊ ഇതിനകത്തുള്ള ഈ നമ്മൾ കൊടുത്തിരിക്കുന്നതിനെ നമ്മൾ എന്തെന്ന് പറയും? നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുത്തിരിക്കുന്നതിനെ ആർഗ്യുമെന്റ്സ് എന്ന് പറയും. അതുപോലെ ഇതിനകത്ത് നടക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിനെ, ഈ ബ്രേസസിനകത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ? പീനട്ട് ബട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, തിരിച്ചു തരുന്നു എന്നുള്ള കുറേ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിനെ എല്ലാത്തിനെയും കൂടെ നമ്മൾ ഫംഗ്ഷൻ ബോഡി എന്ന് പറയും. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഇതിനൊരു ഹെഡർ കൊടുക്കും, ഫംഗ്ഷൻ ഹെഡർ കൊടുക്കും. ഈ മുകളിൽ കിടക്കുന്ന ലൈനിനെയാണ് ഫംഗ്ഷൻ ഹെഡർ എന്ന് പറയുന്നത്. ഈ ഫംഗ്ഷൻ ഹെഡറിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? പീനട്ട് ബട്ടർ ചോക്ലേറ്റ് പ്രൊഡക്ഷൻ, പിന്നെ പീനട്ട് ബക്കറ്റ് 1, ബട്ടർ ബക്കറ്റ് 2 എന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങളുണ്ട്. ഇതിനെല്ലാം പല പല പേരിലാണ് നമ്മൾ പറയുന്നത്. സോ പീനട്ട് ബട്ടർ ചോക്ലേറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഈ ഫംഗ്ഷന്റെ റിട്ടേൺ ടൈപ്പ് ആണ് പീനട്ട് ബട്ടർ ചോക്ലേറ്റ്. ഇത് നമുക്ക് തിരിച്ച് കിട്ടുന്ന കാര്യമാണ് നമ്മൾ ആദ്യം എഴുതുന്നത്. ഈ ഫംഗ്ഷൻ ഹെഡറിനകത്ത് നമ്മൾ ആദ്യം എഴുതുന്ന കാര്യം, നമ്മൾ തിരിച്ച് കിട്ടുന്നത് എന്താണ് അതിന്റെ ടൈപ്പ് എഴുതണം. പീനട്ട് ബട്ടർ ചോക്ലേറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്, സോ അതിന്റെ ടൈപ്പ് എഴുതും. അത് കഴിഞ്ഞിട്ട് എഴുതുന്നത് ഈ യൂണിറ്റിന്റെ അല്ലെങ്കിൽ ഈ ഫംഗ്ഷന്റെ പേര്, അതിനെ ഫംഗ്ഷൻ നെയിം എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ഒരു പാരാന്തസിസ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്ന വാല്യൂസ്, നമ്മൾ എന്താണ് ഈ ഫംഗ്ഷനകത്ത് കിട്ടുന്നത്, ഇത് ഫംഗ്ഷനകത്ത് കിട്ടുന്നത് ആ ആർഗ്യുമെന്റ്സ്, അത് ഏത് ടൈപ്പിലാണുള്ളതെന്നും വേണം, അത് ഏതിലാണ് റിസീവ് ചെയ്യുന്നതെന്നുള്ളതും വേണം. പീനട്ട് റിസീവ് ചെയ്യുന്നത് ബക്കറ്റ് 1ലും ബട്ടർ റിസീവ് ചെയ്യുന്നത് ബക്കറ്റ് 2ലുമാണ്. അപ്പൊ ഏതിലൊക്കെയാണ് ഈ വരുന്ന ഇൻപുട്ട് റിസീവ് ചെയ്യുന്നതെന്നുള്ളതും വേണം. അത് കഴിഞ്ഞ് പാരാന്തസിസ് ക്ലോസ് ചെയ്യണം. പിന്നെ ബ്രേസസ് ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്തു? നമ്മൾ ഇതിനകത്ത് ഈ യൂണിറ്റിനകത്ത് നടക്കുന്ന സ്റ്റെപ്പുകളെല്ലാം നമ്മൾ ലൈൻ ബൈ ലൈൻ ആയിട്ട് എഴുതുന്നു. ഇതിനെ മൊത്തത്തിൽ നമ്മൾ പറയുന്ന പേരാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫംഗ്ഷനകത്ത് എന്തൊക്കെയാണ് ചെയ്യുന്നത്, അത് ഫംഗ്ഷൻ ബോഡി. ആ ഫംഗ്ഷന്റെ പേരെന്താണ്? ഫംഗ്ഷൻ നെയിം. ആ ഫംഗ്ഷനിൽ നിന്നും തിരിച്ച് കിട്ടുന്ന എന്ത് ടൈപ്പിലുള്ള സാധനമാണ് നമുക്ക് തിരിച്ച് കിട്ടുന്നത്, അതിന്റെ ടൈപ്പാണ് ഈ മുകളിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫംഗ്ഷൻ നെയിം, എന്തൊക്കെയാണ് ഇത് ഇൻപുട്ട് ആയിട്ട് റിസീവ് ചെയ്യുന്നത്, അതിന്റെ ടൈപ്പും വേണം, അത് ഏതിലാണ് റിസീവ് ചെയ്യുന്നതെന്നും വേണം. ടൈപ്പും വേണം, ഏതിലാണ് റിസീവ് ചെയ്യുന്നതെന്നും വേണം. ഇത് ഇത്രയും കൂടെ ചേരുമ്പോഴാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ ആകുന്നത്. ഈ ഫംഗ്ഷൻ ബോഡിയുടെ ലാസ്റ്റ്, ഈ ഫംഗ്ഷൻ ബോഡിക്കകത്ത് സ്റ്റെപ്പുകളും ഉണ്ട്, ലാസ്റ്റ് ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകും. സോ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഫംഗ്ഷനിൽ നിന്നും നമുക്ക് എന്തെങ്കിലും തിരിച്ച് നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, ഇതാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഇനി അടുത്ത മിൽക്ക് ചോക്ലേറ്റ് പ്രൊഡക്ഷന്റെ ഫംഗ്ഷൻ ഡെഫിനേഷൻ ആണ് ഞാൻ പറയാൻ പോകുന്നത്. സോ മിൽക്ക് ചോക്ലേറ്റ് പ്രൊഡക്ഷന്റെ ഫംഗ്ഷൻ ഡെഫിനേഷനകത്ത് മിൽക്ക് ചോക്ലേറ്റ് എന്ന് പറയുന്നത് അതിന്റെ റിട്ടേൺ ടൈപ്പ്, നമുക്ക് കിട്ടുന്നത് എന്താണ്? മിൽക്ക് ചോക്ലേറ്റ് ആണ്. അവിടെ പീനട്ട് ബട്ടർ എന്ന് കൊടുക്കാൻ പറ്റില്ല, നമുക്ക് കിട്ടുന്ന ടൈപ്പ് മിൽക്ക് ചോക്ലേറ്റ് ആണ്. അതുപോലെ ഫംഗ്ഷന്റെ പേര് പ്രൊഡക്ഷൻ 2. അതുപോലെ നമ്മൾ എന്തൊക്കെ ടൈപ്പിലുള്ള വാല്യൂസ് ആണ് നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നത്? മിൽക്കും കൊടുക്കുന്നുണ്ട്, ഷുഗറും കൊടുക്കുന്നുണ്ട്. മിൽക്ക് കൊടുക്കുന്നത് ഏതിലൂടെയാണെന്നുള്ളതെന്ന് പറയണം, ഷുഗർ കൊടുക്കുന്നത് ഏതിലൂടെയാണെന്നുള്ളതും പറയണം. സോ അതും കൊടുത്തു. പാരാന്തസിസ് ക്ലോസ് ചെയ്തു, ബ്രേസസ് ഓപ്പൺ ചെയ്തിട്ട് ഈ മിൽക്ക് ചോക്ലേറ്റ് പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള സ്റ്റെപ്സ് കൊടുക്കുക. ലാസ്റ്റ് നമ്മളൊരു റിട്ടേൺ, ഏതിലൂടെയാണ് നമ്മൾ ഈ വാല്യൂ, ഇതിനകത്ത് നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത വാല്യൂ ഏതിലൂടെയാണോ നമ്മൾ തിരിച്ചു കൊടുക്കുന്നത് അതുവഴി റിട്ടേൺ ചെയ്യുക. ഓക്കെ,
സോ ഫംഗ്ഷൻ കോൾ. അപ്പൊ ഇത്രയും ഈ പറഞ്ഞത് ഫംഗ്ഷൻ ഡിക്ലറേഷൻ ആണ്. മിൽക്ക് ചോക്ലേറ്റ് പ്രൊഡക്ഷൻ 2 എന്ന് പറയും. പ്രൊഡക്ഷൻ 2 എന്ന് പറയുന്നത് അതിന്റെ ഫംഗ്ഷൻ നെയിം ആണ്. ഇവിടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? മിൽക്ക് ചോക്ലേറ്റിന്റെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫംഗ്ഷന്റെ പേരാണ്. ഇനി ഈ രണ്ട് ഫംഗ്ഷൻസ് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചു അല്ലെ, അതെല്ലാം ഡിഫിനിഷൻ ആണ്. ഡിഫൈൻ ചെയ്ത് വെച്ചാൽ മാത്രം പോരാ, ഇവരെ വർക്ക് ചെയ്യണമെങ്കിൽ, ഈ യൂണിറ്റുകൾ വർക്ക് ആകണമെങ്കിൽ മെയിൻ ഒരാൾ എന്ത് ചെയ്യണം? ഇവരെ വിളിക്കണം, ഇവരുടെ അടുത്ത് വിളിച്ച് പറയണം, ഫംഗ്ഷനെ കോൾ ചെയ്യണം. കോൾ ചെയ്താൽ മാത്രമേ ഇവർ വർക്ക് ചെയ്യത്തുള്ളൂ. കോൾ ചെയ്യുന്നതിന് നമ്മൾ ജസ്റ്റ് മെയിനിനകത്ത് കോൾ ചെയ്യാം, വേറെ ഫംഗ്ഷനകത്തും കോൾ ചെയ്യാം. അപ്പൊ മെയിനിനകത്താണ് നമ്മളിപ്പോൾ ഈ എക്സാമ്പിളിൽ നമ്മൾ പറയുന്നത്. മെയിനിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഓരോ ഫംഗ്ഷനെയും നമ്മൾ കോൾ ചെയ്യണം. കോൾ ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ഫംഗ്ഷന്റെ പേര് മാത്രം കൊടുത്താൽ മതി. ഫംഗ്ഷന്റെ പേര് കൊടുക്കാം. പിന്നെ കൊടുക്കേണ്ടത് നമ്മൾ ആക്ച്വൽ വാല്യൂസ് മീൻസ് നമ്മൾ ഇപ്പം പീനട്ട് ബട്ടർ ചോക്ലേറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് 5 kg പീനട്ട് വെച്ചിട്ടും 10 kg ബട്ടർ വെച്ചിട്ടുമാണ് എന്നുള്ളത് നമ്മളിവിടെ വാല്യൂ കൂടെ കൊടുക്കണം. ഈ വാല്യൂ കൂടെ കൊടുത്താൽ മാത്രമേ അവർ പ്രൊഡ്യൂസ് ചെയ്ത് തരത്തുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ വാല്യൂ കൊടുക്കും. അവിടെ അതെന്ത് ചെയ്യും? അവർ ഈ വാല്യൂ മേടിച്ച് ഏതിനകത്ത് മേടിക്കും? ഈ കൊടുക്കുന്ന 5 kg 10 kg വാല്യൂസ് നമ്മൾ ഏതിനകത്ത് മേടിക്കും? ബക്കറ്റ് 1ലും ബക്കറ്റ് 2ലും മേടിക്കും. ഓക്കെ, ബക്കറ്റ് 1ലും ബക്കറ്റ് 2ലും മേടിച്ച് അവർ പീനട്ട് പ്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് തിരിച്ചു തരും. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടുന്ന് പ്രൊഡക്ഷൻ മെയിൻ ആള് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിക്കുമ്പം കൊടുക്കേണ്ട വാല്യൂസ് കൊടുക്കും. ഈ കിട്ടുന്ന വാല്യൂസ്, ഈ ആക്ച്വൽ തിങ്സ് അവരവിടെ ഫംഗ്ഷൻ ഡെഫിനിഷനകത്ത് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വെച്ചിട്ടുണ്ട്? ബക്കറ്റ് 1 ബക്കറ്റ് 2 വെച്ചിട്ടുണ്ട്. അതിനകത്ത് റിസീവ് ചെയ്ത് ആക്ച്വൽ പ്രൊഡക്ഷൻ നടക്കും. അതുപോലെ പ്രൊഡക്ഷൻ 2വിനകത്ത് 7 ലിറ്റർ മിൽക്ക് 3 kg 3 kg ഷുഗറും കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് റിസീവ് ചെയ്ത് ബക്കറ്റ് 1ലും ബക്കറ്റ് 2ലും വെച്ചിട്ട് പ്രൊഡക്ഷൻ 2ഉം വർക്ക് ചെയ്യും. അപ്പൊ ഇതിനെയാണ് ഫംഗ്ഷൻ കോൾ എന്ന് പറയുന്നത്. ഫംഗ്ഷൻ കോളിനകത്ത് ജസ്റ്റ് ഫംഗ്ഷന്റെ പേര്, ഏത് ഫംഗ്ഷനാണോ വിളിക്കുന്നത് ആ ഫംഗ്ഷന്റെ പേര് കൊടുക്കുക, പാരാന്തസിസ് ഓപ്പൺ ചെയ്യുക, ഏതൊക്കെ ടൈപ്പിലുള്ള വാല്യൂസ് ആണോ കൊടുക്കേണ്ടത് ആ ടൈപ്പിലുള്ള തന്നെ വാല്യൂസ് കൊടുക്കുക, പാരാന്തസിസ് ക്ലോസ് ചെയ്യുക, സെമികോളൻ. ഇത്രയേ ഉള്ളൂ ഫംഗ്ഷൻ കോൾ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഓരോ ഫംഗ്ഷൻ അനുസരിച്ച് നമ്മൾ കറസ്പോണ്ടിങ് വാല്യൂസ് കൊടുത്ത് കോൾ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ ഓരോ ഫംഗ്ഷനെയും കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ ഇത് വാല്യൂ കൊണ്ട് കൊടുക്കണം, ഈ പീനട്ടും ബട്ടറും കൊണ്ട് കൊടുക്കണം. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ 2നെ വിളിക്കുമ്പം മിൽക്കും ഷുഗറും കൊണ്ട് കൊടുക്കണം. ഈ കൊടുക്കുന്നതിനാണ് ഈ വിളിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് കൊടുക്കുന്നത്. കൊടുത്ത് ആ ഫംഗ്ഷൻ ഡെഫിനിഷനകത്ത് അവരത് റിസീവ് ചെയ്തോളും. അടുത്ത ഫംഗ്ഷൻ ഡിക്ലറേഷൻ അല്ലെങ്കിൽ പ്രോട്ടോടൈപ്പ്. ഫംഗ്ഷൻ ഡിക്ലറേഷൻ അല്ലെങ്കിൽ പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു അല്ലേ, മുകളിലത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു, താഴത്തെ സ്റ്റെപ്പിൽ നമ്മൾ മെയിനിനകത്ത് നിന്ന് മെയിൻ ആള് ആ ഫംഗ്ഷനെ കോൾ ചെയ്തു. ഇനി ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഈ യൂണിറ്റിനകത്ത് അല്ലെങ്കിൽ ഈ ഫാക്ടറിക്കകത്ത് ഉണ്ട് എന്നുള്ളത് നമ്മൾ എവിടെയെങ്കിലും എഴുതി വെച്ചേക്കണം. ഓക്കെ, ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഈ ഒരു ഫാക്ടറിക്കകത്ത് ഉണ്ട് എന്നുള്ളത് നമ്മൾ എവിടെയെങ്കിലും എഴുതി വെച്ചേക്കും. അതിനെയാണ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ അല്ലെങ്കിൽ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ എഴുതി വെച്ചേക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ നമ്മൾ കൊടുക്കേണ്ടത്, അങ്ങനെ നമ്മളൊരു ഡിക്ലറേഷൻ ഈ ഒരു ഫംഗ്ഷൻ ഇവിടെ ഉണ്ടെന്നുള്ളത് അറിയിക്കാൻ വേണ്ടി നമ്മൾ എഴുതുമ്പം അതിന്റെ റിട്ടേൺ ടൈപ്പ് പറയണം, ഫംഗ്ഷന്റെ പേര് പറയണം, അടുത്തത് എന്തൊക്കെ ടൈപ്പിലുള്ള വാല്യൂസ് ആണോ കൊടുക്കുന്നത് ആ ടൈപ്പ് മാത്രം പറഞ്ഞാൽ മതി. അപ്പം പീനട്ട് ബട്ടർ ചോക്ലേറ്റ് പ്രൊഡക്ഷനെ നമ്മൾ വിളിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് അവിടെ കൊടുക്കേണ്ടതെന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി. ഏതിലൂടെ കൊടുക്കുന്നു എന്നുള്ളത് അറിയണ്ട, എന്തൊക്കെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി ഡിക്ലറേഷനിൽ. അപ്പൊ പീനട്ടും ബട്ടറുമാണ് കൊടുക്കുന്നതെന്ന് മാത്രം നമ്മൾ അവിടെ എഴുതിയാൽ മതി. അതുപോലെ തന്നെ മിൽക്ക് ചോക്ലേറ്റ് പ്രൊഡക്ഷനകത്തുള്ള റിട്ടേൺ ടൈപ്പ് ഉണ്ട്, ഫംഗ്ഷൻ നെയിം ഉണ്ട്, അതുപോലെ അവിടെ എന്താണ് കൊടുക്കുന്നതെന്നുള്ള ടൈപ്പ് മാത്രം മതി. ഓക്കെ, അപ്പൊ ഇതിനെയാണ് ഈ ഒരു സ്റ്റെപ്പ്, ഈ ഒരു ഒറ്റ ലൈൻ എഴുതുന്നതിനെയാണ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ. അതിന്റെ എൻഡിൽ ഒരു സെമികോളൻ മസ്റ്റ് ആണ്. അപ്പൊ എന്തൊക്കെ വേണം? റിട്ടേൺ ടൈപ്പ് വേണം, ഫംഗ്ഷന്റെ പേര് വേണം, എന്തൊക്കെയാണോ ആ ഫംഗ്ഷനകത്തോട്ട് കൊടുക്കുന്നതിനുള്ള ടൈപ്പ് വേണം, എന്നിട്ട് സെമികോളൻ ഇടണം. ഈ 4 കാര്യങ്ങൾ ചേരുന്ന ഒറ്റ ലൈനിനെയാണ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ അല്ലെങ്കിൽ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫംഗ്ഷൻ ഡിക്ലറേഷൻ നോക്കിയിട്ടാണ് മെയിൻ ആൾ എന്ത് ചെയ്യുന്നത്? ഈ ഫംഗ്ഷനെ വിളിക്കുന്ന സമയത്ത് ആ ടൈപ്പിലുള്ള വാല്യൂസ് കൊടുക്കുന്നത്. ഓക്കെ, ചിലപ്പോൾ മെയിൻ ആൾക്ക് അറിഞ്ഞുകൂടാ എന്തൊക്കെയാണ് അതിനകത്ത് വേണ്ടതെന്നുള്ളത്. അപ്പൊ ഈ ഡിക്ലറേഷൻ നോക്കിക്കഴിഞ്ഞാൽ മെയിനിന് അറിയാൻ പറ്റും ഈ ടൈപ്പിലുള്ള വാല്യൂസ് ആണ് കൊടുക്കേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് 3 കാര്യങ്ങളാണ് ഒരു ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ എഴുതേണ്ടത്. എന്തൊക്കെ എഴുതണം? ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്ത് വെക്കണം. ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്ത് വെച്ചാൽ മാത്രമേ ആ ഫംഗ്ഷന്റെ പേര് നമുക്ക് അറിയാൻ പറ്റും, ആ ഫംഗ്ഷനിൽ നിന്നും എന്താണ് നമുക്ക് തിരിച്ചു കിട്ടുന്നതെന്നുള്ള ടൈപ്പ് അറിയാൻ പറ്റും, ആ ഫംഗ്ഷനകത്തോട്ട് എന്ത് ടൈപ്പിലുള്ള
ടൈപ്പിലുള്ള വാല്യൂ ആണ് നമ്മൾ കൊടുക്കേണ്ടതെന്നുള്ളത് അറിയാൻ പറ്റും. അതൊരൊറ്റ ലൈനാണ്, ലാസ്റ്റ് സെമിക്കോളൻ കൊടുക്കണം. അങ്ങനെയുള്ള എത്ര ഫംഗ്ഷൻസ് ഉണ്ടോ അതെല്ലാം നമ്മൾ ഡിക്ലെയർ ചെയ്ത് വെക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മെയിൻ ആള് ഫംഗ്ഷനെ കോൾ ചെയ്യണം. മെയിൻ അടുത്ത റെഡ് ലൈൻസിൽ കാണിക്കുന്നത് മെയിൻ ഫംഗ്ഷനകത്ത് എഴുതേണ്ട കാര്യങ്ങളാണ്. ഈ മെയിനിനകത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഫംഗ്ഷൻസിനെ കോൾ ചെയ്യണം. ഫംഗ്ഷൻസിനെ കോൾ ചെയ്യുമ്പോഴത്തേക്ക് ജസ്റ്റ് ഫംഗ്ഷന്റെ പേരും ആക്ച്വലി എന്തൊക്കെ വെച്ചിട്ടാണോ അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആ വാല്യൂസും കൂടി നമ്മൾ അതിനകത്തോട്ട് കൊടുക്കണം, സെമിക്കോളൻ ഇടുക. ഓക്കെ, അപ്പം ഡിക്ലറേഷന്റെ എൻഡിൽ സെമിക്കോളൻ ഇട്ടു, ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോഴത്തേക്ക് സെമിക്കോളൻ ഇട്ടു. എത്ര ഫംഗ്ഷൻസ് ഉണ്ടോ അത് 1 by 1 ആയിട്ട് കോൾ ചെയ്യുക. ഇനി കോൾ ചെയ്യുമ്പോഴത്തേക്ക് നേരെ പ്രൊഡക്ഷനെ കോൾ ചെയ്യുമ്പോഴത്തേക്ക് നേരെ എങ്ങോട്ട് പോകും കൺട്രോള്, പ്രൊഡക്ഷന്റെ യൂണിറ്റ് വർക്ക് ചെയ്യും. അടുത്ത അത് കഴിഞ്ഞിട്ട് അതിന്റെ റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ പ്രൊഡക്ഷൻ 2നെ വിളിക്കും. പ്രൊഡക്ഷൻ 2നെ വിളിക്കുമ്പോൾ പ്രൊഡക്ഷൻ 2നകത്തോട്ട് പോവും, അത് വർക്ക് ചെയ്യും, അതിന്റെ ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് ഈ 3 കാര്യങ്ങൾ വേണം. ഡിക്ലറേഷൻ, ഫംഗ്ഷൻ കോള്, ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫംഗ്ഷൻസ് നമുക്കൊരു വലിയ ടാസ്ക് ചെയ്യുന്നതിനകത്ത് ചെറിയ ചെറിയ ടാസ്കുകളാക്കി ഫംഗ്ഷൻസ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം സിക്കകത്തുള്ള ഫംഗ്ഷൻസ്. സോ സി ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ലാർജ് പ്രോഗ്രാം നമുക്കുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യാൻ പറ്റും, അത് പല പല ബ്ലോക്കുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ആ ഡിവൈഡ് ചെയ്യുന്ന ഓരോ ബ്ലോക്കിനെയും നമുക്ക് എന്തെന്ന് പറയാം, ഫംഗ്ഷൻ എന്ന് പറയാം. സോ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ ബ്രേസസ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് അതിനകത്ത് കുറേ സ്റ്റേറ്റ്മെന്റ് എഴുതി കഴിഞ്ഞാൽ അതൊരു ബ്ലോക്ക് ആവും. ആ ബ്ലോക്കിനെ നമുക്ക് ഓരോ ഇൻഡിവിജ്വൽ ബ്ലോക്കിനെയും ഓരോ ഫംഗ്ഷനാക്കി മാറ്റാൻ പറ്റും. ഇങ്ങനെ ഫംഗ്ഷൻ കൊടുക്കുന്നത് കൊണ്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. അതായത് എന്താണ്, നമുക്ക് ഒരു കോഡിനെ തന്നെ നമുക്കിപ്പം ഈ പറഞ്ഞ പീനട്ട് ബട്ടർ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്രാവശ്യം പ്രൊഡ്യൂസ് ചെയ്ത് വീണ്ടും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ആ ഫംഗ്ഷനെ വീണ്ടും കോൾ ചെയ്താൽ മതി. വീണ്ടും വീണ്ടും നമ്മൾ കോഡ് എഴുതുന്നതിന് പകരം നമുക്ക് ഈ ഓൾറെഡി ഒരു കോഡ് നമ്മൾ ഫംഗ്ഷനകത്ത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫംഗ്ഷനെ കോൾ ചെയ്താൽ മാത്രം മതി. അതാണ് ഫംഗ്ഷൻസിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഫംഗ്ഷന്റെ മെയിൻ പാർട്സുകൾ, ഫംഗ്ഷൻ ഡിക്ലറേഷൻ, ഫംഗ്ഷൻ ഡെഫിനിഷൻ, ഫംഗ്ഷൻ കോൾ. ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ, എന്താണ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ, ഫംഗ്ഷന്റെ പേരും അതെന്താണ് തിരിച്ചു തന്നെന്നുള്ള റിട്ടേൺ ടൈപ്പും അതിനകത്ത് എന്ത് ടൈപ്പിലുള്ള വാല്യൂ ആണ് കൊടുക്കേണ്ടത് എന്നുള്ളത് ഡിക്ലെയർ ചെയ്ത് വെക്കുന്നതാണ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ. ലാസ്റ്റ് ഒരു സെമിക്കോളൻ കാണും. ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ യൂണിറ്റ്, എന്താണ് ഫംഗ്ഷൻ ചെയ്യുന്നത് എന്നുള്ള സ്റ്റേറ്റ്മെന്റുകളെല്ലാം നമ്മൾ എഴുതുന്നത് ഫംഗ്ഷൻ ഡെഫിനിഷനകത്താണ്. അടുത്ത ഫംഗ്ഷൻ കോൾ എന്ന് പറയുന്നത് മെയിനിൽ നിന്ന് നമുക്ക് പ്രോഗ്രാമിന്റെ എവിടെ നിന്ന് വേണമെങ്കിലും ഈ ഫംഗ്ഷനെ നമുക്ക് കോൾ ചെയ്യാം. കോൾ ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് ഫംഗ്ഷന്റെ പേരും ആക്ച്വൽ വാല്യൂസും നമ്മൾ കൊടുക്കണം. അതിനെയാണ് ഫംഗ്ഷൻ കോൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫംഗ്ഷൻ ഡിക്ലറേഷന്റെ ജനറൽ സിന്റാക്സ് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷന്റെ പേര്, പിന്നെ എന്ത് ചെയ്യുക, ടൈപ്പുകൾ എഴുതുക. എത്ര ടൈപ്പ് ഉണ്ടോ അതിന്റെ ഓരോന്നിന്റെയും ടൈപ്പ് എഴുതുക. വേണമെങ്കിൽ ആ ടൈപ്പിന്റെ കൂടെ ഒരു വേരിയബിൾ, ആ ടൈപ്പ് കൊടുക്കുന്ന ആ വാല്യൂ കൊടുക്കുന്ന വേരിയബിളിന്റെ പേരും വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഓക്കെ, അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ടൈപ്പ് മാത്രം ഇട്ടാലും മതി. പക്ഷെ ലാസ്റ്റ് ഒരു സെമിക്കോളൻ മസ്റ്റ് ആയിട്ട് വിട്ടേക്കണം. ഓക്കെ, അപ്പം പീനട്ട് ബട്ടർ ചോക്ലേറ്റിന്റെ പ്രൊഡക്ഷനകത്ത് എന്താണ് അതിന്റെ റിട്ടേൺ ടൈപ്പ്, പീനട്ട് ചോക്ലേറ്റ് ആണ് അതിന്റെ റിട്ടേൺ ടൈപ്പ്. അതുപോലെ ഫംഗ്ഷന്റെ പേര് എന്താണ്, പ്രൊഡക്ഷൻ എന്നാണ്. അതുപോലെ എന്താണ് അതിന്റെ ടൈപ്പ്, എന്തൊക്കെ ടൈപ്പിലുള്ള വാല്യൂസ് നമ്മൾ കൊടുക്കേണ്ടത്, പീനട്ടും കൊടുക്കണം ബട്ടറും കൊടുക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ നമുക്ക് പീനട്ട് ബട്ടർ എന്ന് മാത്രം ഇട്ടാലും മതി. വേണമെന്നുണ്ടെങ്കിൽ ഇത് ഓപ്ഷണൽ ആണ്, അത് ഏതിലൂടെയാണ് നമ്മൾ ഈ പീനട്ടും ബട്ടറും കൊടുക്കുന്നത് അത് ഓപ്ഷണൽ ആണ്, അത് വേണമെങ്കിൽ ഇട്ടാൽ മതി. ഓക്കെ, അപ്പൊ പീനട്ട് ബട്ടർ എന്ന് മാത്രം ഇട്ടാൽ മതി, ലാസ്റ്റ് സെമിക്കോളൻ. ഓക്കെ, ദെൻ അടുത്തൊരു സം ഓഫ് 2 നമ്പേഴ്സിന്റെ ഒരു ഫംഗ്ഷൻ ഡിക്ലറേഷൻ ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. സം ഓഫ് 2 നമ്പേഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ റിട്ടേൺ ചെയ്ത് കിട്ടുന്നത് ഒരു സം വാല്യൂ ആണ്. ആ റിട്ടേൺ ചെയ്ത് കിട്ടുന്നതിന്റെ ടൈപ്പ്, റിട്ടേൺ ചെയ്ത് കിട്ടുന്ന എന്താണ് വാല്യൂവിന്റെ ഡേറ്റ ടൈപ്പ്. സോ ഇവിടെ നമ്മൾ പീനട്ട് ചോക്ലേറ്റ് എന്ന് കൊടുക്കാൻ കാര്യം എന്താണ്, ഈ ഫംഗ്ഷനിൽ നിന്ന് നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുന്നത് എന്താണ്, പീനട്ട് ചോക്ലേറ്റ് ആണ്. സോ സം എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ നിന്ന് നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുന്നത് ഒരു ഇൻറ്റിജർ സം വാല്യൂ ആണ്. അതുകൊണ്ട് റിട്ടേൺ ടൈപ്പ് കൊടുത്തു, ഫംഗ്ഷന്റെ പേര് കൊടുത്തു, പിന്നെ കൊടുക്കേണ്ടത് എന്താണ്, ഏതൊക്കെ ടൈപ്പിലുള്ള വാല്യൂ ആണ് നമ്മൾ ഈ ഫംഗ്ഷനകത്ത് കൊടുക്കേണ്ടത്. ഇതിനകത്ത് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 2 ഇൻറ്റിജർ വാല്യൂസ് ആണ്. അപ്പൊ ഇന്റ് കോമ ഇന്റ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ബക്കറ്റ് 1 ബക്കറ്റ് 2 പറഞ്ഞതുപോലെ ഇന്റ് സ്പേസ് ഏത് വേരിയബിളിലൂടെയാണ് അത് കൊടുക്കുന്നതെന്നുള്ളത് വേണമെങ്കിൽ നമുക്കിവിടെ സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഡേറ്റ ടൈപ്പ് മാത്രം നമ്മൾ കൊടുത്താലും മതി. അപ്പൊ സം ഓഫ് 2 നമ്പേഴ്സിനകത്ത് 2 ഇൻറ്റിജർ വാല്യൂ പാസ് ചെയ്യുന്നുണ്ട്, ഒരു ഇൻറ്റിജർ സം നമുക്ക് റിട്ടേൺ ചെയ്ത് തരുന്നുണ്ടെങ്കിൽ അതിന്റെ ഡിക്ലറേഷൻ ആണ് ഈ പറഞ്ഞത്. ഇന്റ് സ്പേസ് ഇന്റ് എന്ന് പറഞ്ഞ റിട്ടേൺ ടൈപ്പ് സ്പേസ് ഫംഗ്ഷൻ സം എന്ന് പറയുന്ന ഫംഗ്ഷന്റെ പേര് പാരാന്തസിസ് ഓപ്പൺ ചെയ്യുക, എത്ര ടൈപ്പ് ഓഫ് ആർഗ്യുമെന്റ്സ് ഉണ്ടോ ആ ടൈപ്പുകൾ കോമേറ്റ് എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് കോമേറ്റ് എഴുതാം, പാരാന്തസിസ് ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ.
ഓക്കെ, അടുത്ത ഒരെണ്ണം ഫ്ലോട്ട് ഏരിയ ഇൻറ്റ് ആർ. അപ്പൊ എന്താണ്, റിട്ടേൺ ചെയ്ത് വരുന്ന വാല്യൂ ഫ്ലോട്ട് ഡേറ്റ ടൈപ്പ് ആണ്. റിട്ടേൺ ചെയ്ത് കിട്ടുന്ന വാല്യൂ ഫ്ലോട്ട് ഡേറ്റ ടൈപ്പ് ആണ്. അതുപോലെ ഫംഗ്ഷന്റെ പേര് ഏരിയ എന്നാണ്. ഈ ഫംഗ്ഷനകത്തോട്ട് പാസ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ഇൻറ്റിജർ വാല്യൂ ആണ്. ഒരു ഇൻറ്റിജർ വാല്യൂ, ഒരു വാല്യൂ മാത്രമേ പാസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ശ്രദ്ധിക്കുക, ഒരു ഇൻറ്റിജർ വാല്യൂ എന്നുള്ളതിനെ ഇൻറ്റ് മാത്രം ഇവിടെ ഇട്ടാലും മതി. ആ വേരിയബിൾ ഏതാണെന്നുള്ളത് ഓപ്ഷണൽ ആണ്. നമ്മൾ ബക്കറ്റ് 1 ബക്കറ്റ് 2 ഇടാതെ പീനട്ട് കോമ ബട്ടർ എന്ന് മാത്രം ഇട്ടാലും മതി എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ഇൻറ്റ് മാത്രം ഇട്ടാലും മതി. വേണമെങ്കിൽ മാത്രം വേരിയബിൾ, അത് ഇല്ലെങ്കിലും നമുക്ക് എറർ ഒന്നുമില്ല. അടുത്ത ഫാക്ടോറിയൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു എന്താണ് ഫംഗ്ഷൻ ആണ്. സോ ഇത് ഫാക്ടോറിയൽ നമുക്ക് റിട്ടേൺ ചെയ്ത് തരുന്നത് ലോങ് ഇൻറ്റിജർ വാല്യൂ ആണ്. സോ അതിന്റെ റിട്ടേൺ ഡേറ്റ ടൈപ്പ് എന്ത് കൊടുത്തു, ലോങ് ഇന്റ് എന്ന് കൊടുത്തു. വെറും ഇന്റ് എന്ന് കൊടുത്താലും വർക്ക് ചെയ്യും, പക്ഷേ ലാർജ് നമ്പേഴ്സിന്റെ ഫാക്ടോറിയൽ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന വാല്യൂ ലാർജ് വാല്യൂസ് ആയിരിക്കും. അപ്പൊ അത് ഹോൾഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ആ വാല്യൂ ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോങ് ഇന്റ് ഡേറ്റ ടൈപ്പ് വേണം. അപ്പൊ ലോങ് ഇന്റ് എന്ന് പറയുന്നത് റിട്ടേൺ ടൈപ്പ്, ഫാക്ട് എന്ന് പറയുന്നത് ഫംഗ്ഷന്റെ പേര്, പിന്നെ എന്താണ് ഇന്റ് എന്ന് മാത്രം എഴുതിയാലും മതി. എത്ര വാല്യൂ നമ്മൾ ഫാക്ടോറിയൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു നമ്പർ മതി. അപ്പൊ ആ നമ്പർ മാത്രം നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുക. ഡേറ്റ ടൈപ്പ് മാത്രം ഇട്ടാലും മതി. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് സെമിക്കോളൻ. അതുപോലെ ആഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനകത്ത് രണ്ട് വാല്യൂസ് പാസ് ചെയ്യുന്നുണ്ട്. എ എന്നും ബി എന്നും പറഞ്ഞ് രണ്ട് വാല്യൂസ്, ഇൻറ്റിജർ വാല്യൂസ് പാസ് ചെയ്യുന്ന ഒരു ആഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഇതൊന്നും റിട്ടേൺ ചെയ്ത് തരുന്നില്ല. അങ്ങനെയുള്ള ഫംഗ്ഷൻസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ചില ഫംഗ്ഷൻസ് വാല്യൂസ് ഒന്നും തിരിച്ച് റിട്ടേൺ ചെയ്ത് തരത്തില്ല. ആ ഫംഗ്ഷൻസിനകത്ത് തന്നെ വാല്യൂസ് അങ്ങ് യൂസ് ചെയ്യും. അങ്ങനെയുള്ള വരുന്ന സമയത്ത് നമ്മുടെ റിട്ടേൺ ടൈപ്പ് ഒന്നും ഒരു വാല്യൂം റിട്ടേൺ ചെയ്യുന്നില്ല. അതുകൊണ്ട് അതിന്റെ റിട്ടേൺ ടൈപ്പ് നമ്മൾ വോയിഡ് എന്ന് കൊടുക്കും. ഒന്നും റിട്ടേൺ ചെയ്ത് തരുന്നില്ല എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് വോയിഡ് എന്ന് കൊടുക്കും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ഫംഗ്ഷൻസ് ഡിക്ലെയർ ചെയ്യുന്നത്. നമ്മുടെ യൂസ് അനുസരിച്ച് ഫംഗ്ഷന്റെ പേര് കൊടുക്കാം. നമുക്ക് ആ ഫംഗ്ഷനകത്ത് എന്തൊക്കെ വാല്യൂസ് ആണോ കൊടുക്കുന്നതിനനുസരിച്ച് നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സും അതിന്റെ ടൈപ്പും. എപ്പോഴും ഇൻറ്റിജർ മാത്രമല്ല നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്, ഫ്ലോട്ട് ടൈപ്പ് കൊടുക്കാം, ക്യാരക്ടർ കൊടുക്കാം, ഏത് ടൈപ്പിലുള്ള വാല്യൂ വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അടുത്ത കോളിംഗ് ഫംഗ്ഷൻ കോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ജസ്റ്റ് ഫംഗ്ഷന്റെ പേരും കൊടുക്കുക, ആർഗ്യുമെന്റ്സ് ഏതിനാണോ അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആ ആക്ച്വൽ വാല്യൂസ് കൊടുക്കുക, സെമികോളൻ ഇടുക. ഓക്കെ, അപ്പൊ നമ്മൾ പീനട്ട് ചോക്ലേറ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഡിക്ലറേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ആ ഫംഗ്ഷൻ ഡിക്ലറേഷന്റെ ഫംഗ്ഷൻ കോൾ എന്ന് പറയുമ്പോൾ എന്ത് മാത്രം മതി, ഫംഗ്ഷന്റെ പേര് മാത്രം മതി. സോ പ്രൊഡക്ഷൻ എന്ന് പറയുന്നതാണ് ഫംഗ്ഷന്റെ പേര്. എന്നിട്ട് നമ്മൾ ഇവിടെ എന്ത് കൊടുക്കുക, ആക്ച്വൽ വാല്യൂ, ഏതിനാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ഏതിനാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നുള്ള ആ ഇൻപുട്ട് നമ്മൾ കൊടുക്കുക. ഇതാണ് ഫംഗ്ഷൻ കോൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ അടുത്തൊരു ഫംഗ്ഷൻ ഫംഗ്ഷൻ കോൾ ഞാൻ കൊടുത്തിരിക്കുകയാണ്. സപ്പോസ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. എന്താണ്, സം എന്ന് പറയുന്നതാണ് ഫംഗ്ഷന്റെ പേര്, റിട്ടേൺ ടൈപ്പ് ഇൻറ്റിജർ. ആ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്തു തരുന്ന ഒരു ഇൻറ്റിജർ വാല്യൂ, അതിനകത്ത് പാസ് ചെയ്യുന്നത് രണ്ട് ഇൻറ്റിജർ വാല്യൂസ് ആണെങ്കിൽ അതിന് ഫംഗ്ഷൻ കോൾ എന്ന് പറയുമ്പോൾ എന്താണ്, ഫംഗ്ഷന്റെ പേരും ഏത് വാല്യൂസിനാണോ അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആ വാല്യൂസും കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഈ വാല്യൂസ് നമുക്ക് സം വേരിയബിൾസിനകത്തോട്ട് സ്റ്റോർ ചെയ്തിട്ട് ആ വേരിയബിൾസ് വേണമെങ്കിലും ഇവിടെ കൊടുക്കാം. ഓക്കെ, സം ഓഫ് 2,3 അല്ലെങ്കിൽ 2 എന്ന് പറയുന്ന വാല്യൂ എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിൽ കൊടുക്കാം, 3 എന്ന് പറഞ്ഞ വാല്യൂ വൈ എന്ന് പറഞ്ഞ വേരിയബിളിൽ കൊടുത്തിട്ട് സം ഓഫ് എക്സ് കോമ വൈ എന്നും വിളിക്കാം. ഇഷ്ടമുള്ള രീതിയിൽ ഫംഗ്ഷൻ കോൾ ചെയ്യാം. ആക്ച്വൽ വാല്യൂസ് കൊടുക്കാം, അല്ലെങ്കിൽ ആ വാല്യൂസ് ഒരു വേരിയബിളിനകത്തോട്ട് വെച്ചിട്ട് ആ വേരിയബിൾസ് വെച്ചിട്ട് വേണമെങ്കിലും ഫംഗ്ഷൻസിനെ കോൾ ചെയ്യാം. അടുത്ത നോക്കിയേ, ഫ്ലോട്ട് ഏരിയ ഇൻറ്റ് ആർ. ഇതാണ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്ന് വിചാരിക്കുക. ഫ്ലോട്ട് ഏരിയ ഇൻറ്റ് ആർ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിക്ലറേഷൻ ആണ്. സോ ഇതിനകത്ത് ഒരു ഇൻറ്റിജർ വാല്യൂ പാസ് ചെയ്യണം. ഫംഗ്ഷന്റെ പേര് ഏരിയ എന്നാണ്. സോ ഫംഗ്ഷൻ കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫംഗ്ഷന്റെ പേരും കൊടുക്കുക, ആ വാല്യൂ ഏതിനാണോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ വാല്യൂ കൊടുക്കുക. അതുപോലെ ലോങ് ഇൻറ്റ് ഫാക്ട് ഇൻറ്റ് എ. അപ്പൊ ഫാക്ട് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ആണ്. സോ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ ജസ്റ്റ് ഫാക്ട് ഏതാണോ വാല്യൂന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആ വാല്യൂ കൊടുക്കുക. അതാണ് ഫംഗ്ഷൻ കോൾ. അപ്പൊ ഈ റൈറ്റ് സൈഡിൽ കിടക്കുന്നതെല്ലാം ഫംഗ്ഷൻ കോളും ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നതെല്ലാം ഫംഗ്ഷൻ ഡിക്ലറേഷൻസും ആണ്. ആ ഡിക്ലറേഷൻസ് അനുസരിച്ചിട്ടുള്ള ഫംഗ്ഷൻ കോൾ വേണം നമ്മൾ കൊടുക്കാൻ. അതായത് രണ്ട് ആർഗ്യുമെന്റ്സ് ഉള്ള ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ട് ഒരു ആർഗ്യുമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എറർ കാണിക്കും. അതുപോലെ ഒരു ആർഗ്യുമെന്റ് ഉള്ള ഒരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തിട്ട് 5 ആർഗ്യുമെന്റ്സ് ആയിട്ടാണ് നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നതെങ്കിൽ എറർ കാണിക്കും. അപ്പൊ എത്രയാണോ ആർഗ്യുമെന്റ്സും അതിന്റെ ഡേറ്റ ടൈപ്പും ശ്രദ്ധിച്ചിട്ട് വേണം വാല്യൂസ് നമ്മൾ പാസ് ചെയ്യാൻ ഫംഗ്ഷൻ കോളിനകത്ത്. സോ ഇവിടെ സെമികോളൻ ഉണ്ട്, ആഡ് 10,20 കഴിഞ്ഞ് പാരാന്തസിസ് ക്ലോസ് ചെയ്തിട്ട് സെമികോളൻ ഉണ്ട്. ഓക്കെ, അടുത്ത എന്താണ്, ഇൻറ്റ് സം ഇൻറ്റ് കോമ ഇൻറ്റ്. സോ സം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നെയിം ആണ് എക്സ് കോമ വൈ. അപ്പൊ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആ നമ്പർ, ഇൻപുട്ടായിട്ട് കൊടുക്കേണ്ടുന്ന നമ്പർ എക്സിലും വൈയിലും സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കോൾ ചെയ്യാൻ പറ്റും.
ഓക്കെ, അടുത്ത ഫംഗ്ഷൻ ഡെഫിനേഷൻ. ഫംഗ്ഷൻ ഡെഫിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എങ്ങനെയാണ് നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. റിട്ടേൺ ടൈപ്പ് കാണും, ഫംഗ്ഷന്റെ പേര് കാണും, ആർഗ്യുമെന്റ്സ് കാണും, സെമി കോളൻ ലാസ്റ്റ് കാണത്തില്ല, ബ്രേസസ് ഓപ്പൺ ചെയ്യും, സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കും, ലാസ്റ്റ് ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കൊടുക്കും. സോ ഈ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഇല്ലാതെയും നമുക്ക് എന്ത് ചെയ്യാം, ഫംഗ്ഷൻസ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. റിട്ടേൺ ടൈപ്പ് ഇല്ല എന്ന് പറയുമ്പോഴാണ് നമ്മൾ ചില ഫംഗ്ഷൻ, നമ്മളിവിടെ ഓയിഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ കണ്ടില്ലായിരുന്നു, അവിടെ നമ്മൾ റിട്ടേൺ ടൈപ്പ് ഇല്ല, ആ സ്ഥലത്തിൽ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കാണില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. ഹെഡർ എഴുതുക, ലാസ്റ്റ് സെമി കോളൻ ഇല്ല, സ്റ്റേറ്റ്മെന്റ്സ് എഴുതുക, ലാസ്റ്റ് ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്, അത് ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ കൊടുക്കാം. അപ്പൊ ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ്. ഫങ്ഷൻസ് രണ്ട് രീതിയിലുണ്ട്, ലൈബ്രറി ഫങ്ഷൻസും ഉണ്ട്, യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസും ഉണ്ട്. ലൈബ്രറി ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തതാണ്, പ്രിന്റ്എഫ്, സ്കാൻഎഫ് പോലുള്ള ഫങ്ഷൻസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അവിടെ നമുക്ക് എന്താണ്, നമ്മൾ വെറുതെ പ്രിന്റ്എഫ് എന്താണെന്നും സ്കാൻഎഫ് എന്താണെന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഹെഡർ ഫയലിൽ stdio.h എന്ന് പറഞ്ഞ ഹെഡർ ഫയലിനകത്ത് ആ ഫങ്ഷൻസ് ഒക്കെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ സിന്റാക്സ് അനുസരിച്ച് യൂസ് ചെയ്താൽ മതി, അതിന്റെ ഡിക്ലറേഷൻ എന്താണോ അതനുസരിച്ച്, ആ ഡിക്ലറേഷൻ ആണ് നമ്മൾ ആദ്യം പഠിച്ചു വെച്ചിരുന്നത്, പ്രിന്റ്എഫിന്റെയും സ്കാൻഎഫിന്റെയും സിന്റാക്സ്. ആ ഡിക്ലറേഷൻ സിന്റാക്സ് അനുസരിച്ച് നമ്മളിത് യൂസ് ചെയ്താൽ മാത്രം മതി. അപ്പൊ ഇതുപോലുള്ള ഫങ്ഷൻസ് മാത്രമല്ല, വേറെയും കുറേ ഹെഡർ ഫയൽസ് ഉണ്ട്. math.h എന്ന് പറയുന്ന ഹെഡർ ഫയൽ ഉണ്ട്, അതിനകത്ത് കുറേ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസിന്റെ ഫങ്ഷൻസ് ഒക്കെ ഉണ്ട്. അതിന്റെയൊക്കെ സിന്റാക്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്ങനെ, എത്ര ഡേറ്റ ടൈപ്പ് പാസ് ചെയ്യാം, എത്ര വാല്യൂസ് പാസ് ചെയ്യാം, എത്ര എണ്ണം നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടും, അതിന്റെ ഡേറ്റ ടൈപ്പ് എന്താണ് എന്നുള്ളതൊക്കെ അറിഞ്ഞാൽ ആ ഫങ്ഷൻസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഫങ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ട ഓൾറെഡി ഉള്ള ഫങ്ഷൻ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ലൈബ്രറി ഫങ്ഷൻ. ഇനി യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം, നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്യും, നമ്മൾ തന്നെ കുറെ ഫങ്ഷൻസ് ഈ പറഞ്ഞ ഡിക്ലറേഷനും ഫങ്ഷൻ കോളും ഡെഫിനേഷനും ഒക്കെ വെച്ചിട്ട് നമുക്ക് തന്നെ ഡിഫൈൻ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇനി ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് എന്താണ്, നമ്മുടെ ലൈബ്രറി ഫങ്ഷൻസിന്റെ ഒരു എക്സാമ്പിൾ ആണ്. കാൽക്കുലേറ്റ് സ്ക്വയർ റൂട്ട് ഓഫ് എ നമ്പർ. ഒരു നമ്പറിന്റെ സ്ക്വയർ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. സോ അതിനൊരു എന്താണ് ലൈബ്രറി ഫങ്ഷൻ ഉണ്ട്. SQRT എന്നാണ് ഫങ്ഷന്റെ പേര്. SQRT എന്ന് പറയുന്ന ഫങ്ഷന്റെ പേരാണ്. ഈ SQRT ഫങ്ഷനകത്ത് ഒരു നമ്പർ പാസ് ചെയ്ത് കൊടുത്താൽ അതിന്റെ സ്ക്വയർ റൂട്ട് നമുക്ക് തിരിച്ചു കിട്ടും. SQRT എന്ന് പറയുന്ന ഫങ്ഷനകത്ത് ഒരു നമ്പർ പാസ് ചെയ്ത് കൊടുത്താൽ അതിന്റെ സ്ക്വയർ റൂട്ട് കിട്ടും. അപ്പൊ ഇത് ലൈബ്രറി ഫംഗ്ഷൻ ആണ്, ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതിന്റെ ഹെഡർ ഫയൽ നമ്മൾ ആദ്യം ഇൻക്ലൂഡ് ചെയ്യണം. നമ്മളിവിടെ എന്താണ് stdio.h എന്തിനാ ഇൻക്ലൂഡ് ചെയ്തത്, പ്രിന്റ്എഫ് സ്കാൻഎഫ് ഫംഗ്ഷൻ ലൈബ്രറി ഫംഗ്ഷൻ ആണ്, അത് നമ്മൾ നമ്മുടെ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ഹെഡർ ഫയൽ stdio.h ഇൻക്ലൂഡ് ചെയ്തത്. അതുപോലെ ഈ SQRT എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ math.h എന്ന് പറയുന്ന ഹെഡർ ഫയലിനകത്താണ് ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പൊ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു നമ്പർ എടുക്കുക, അതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക. അപ്പൊ ഏത് നമ്പറിന്റെ സ്ക്വയർ റൂട്ട് ആണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ആ നമ്പർ നമ്മൾ സ്റ്റോർ ചെയ്യാൻ നം എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അപ്പൊ പ്രിന്റ്എഫ് എന്റർ എ നമ്പർ, നമ്മിനകത്ത് സ്റ്റോർ ചെയ്തു. നം എന്ന് പറഞ്ഞൊരു വാല്യൂ, നമ്മിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള നമ്പർ കൊടുക്കാം. ആ നമ്പറിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് അറിയേണ്ടത് SQRT എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് നമ്മൾ ആ ആർഗ്യുമെന്റ് പാസ് ചെയ്ത് കൊടുത്താൽ, അപ്പൊ SQRT ഓഫ് നം എന്ന് വിളിച്ചാൽ ഈ നമ്പറിന്റെ സ്ക്വയർ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് തരും. ആ തരുന്ന വാല്യൂവിനെ റിസീവ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു വേരിയബിൾ കൊടുത്തു. അപ്പൊ A = SQRT ഓഫ് നം എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ നമുക്ക് ഈ നമ്പറിന്റെ സ്ക്വയർ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്ത് തരും. ആ തരുന്ന വാല്യൂ നമുക്ക് സ്ക്വയർ റൂട്ട് എവിടെയെങ്കിലും വെക്കണ്ടേ, അത് വെക്കുന്ന സ്ഥലത്തിനാണ് നമ്മൾ A എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് വെച്ചത്. അപ്പൊ A = SQRT ഓഫ് നം എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ വാല്യൂ നമുക്ക് കിട്ടും. അത് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതൊരു SQRT എന്ന് പറയുന്നത് ഒരു ലൈബ്രറി ഫംഗ്ഷൻ ആണ്. അതുപോലെ m⁻n പവർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ, എമ്മിനൊരു വാല്യൂ കിട്ടിയ എന്നിനൊരു വാല്യൂ കിട്ടി. അപ്പൊ 2⁵5 അല്ലെങ്കിൽ 5² 2⁻3 ആ പവർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് math.h ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷനാണ് POW, പവർ POW എന്ന് പറയുന്നതാണ് ആ ഫംഗ്ഷന്റെ പേര്. ഓക്കെ, ആ ഫംഗ്ഷനകത്ത് രണ്ട് വാല്യൂ നമ്മൾ കൊടുത്താൽ ആക്ച്വൽ ഫസ്റ്റ് കൊടുക്കുന്ന ആർഗ്യുമെന്റ് റൈസ് ടു സെക്കൻഡ് ആർഗ്യുമെന്റിന്റെ വാല്യൂ നമുക്ക് കിട്ടും. അപ്പൊ m, n POW ഓഫ് m, n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ m⁻n കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് തരും. ആ വാല്യൂ നമുക്ക് ഏതെങ്കിലും വേരിയബിളിനകത്തോട്ട് സ്റ്റോർ ചെയ്യാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, രണ്ട് വേരിയബിൾസ് എമ്മിനും എന്നിന്റെയും വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടി രണ്ട് വേരിയബിൾ എമ്മും എന്നും ഡിക്ലെയർ ചെയ്തു. അതുപോലെ കിട്ടുന്ന വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു,
ലോങ് ഇന്റ് എന്ന് പറഞ്ഞ് കിട്ടുന്ന വാല്യൂ സ്റ്റോർ ചെയ്യുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? എൻ്റർ ദ വാല്യൂസ് ഫോർ എം ആൻഡ് എൻ. എമ്മിനും എന്നിനും ഒരു വാല്യൂ എൻ്റർ ചെയ്യാൻ പറഞ്ഞു. അത് എമ്മിൻ്റെയും എന്നിൻ്റെയും അഡ്രസ്സിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചു. എന്നിട്ട് ജസ്റ്റ് നമ്മൾ ആ ഫംഗ്ഷനെ കോൾ ചെയ്താൽ മതി. വേറെ സ്റ്റേറ്റ്മെന്റ് ഒന്നും നമ്മൾ എഴുതണ്ട. പവർ കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് എഴുതണ്ട. മുകളിൽ നമ്മൾ സ്ക്വയർ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് എഴുതണ്ട. ആ ഫംഗ്ഷൻ നമ്മൾ നേരിട്ട് അങ്ങ് യൂസ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ ഈ ഫംഗ്ഷൻസിലൊക്കെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇവിടെ ഫംഗ്ഷൻ കോൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഫംഗ്ഷൻ ഡെഫിനിഷൻ ചെയ്തിട്ടില്ല, ഫംഗ്ഷൻ ഡിക്ലറേഷൻ ചെയ്തിട്ടില്ല. ഫംഗ്ഷൻ കോൾ ചെയ്യണം. കാര്യം എന്താണ്? ആ ഫംഗ്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്തിരിക്കണം. അപ്പൊ ഫംഗ്ഷൻ കോളിംഗ് മാത്രമേ ഈ പ്രോഗ്രാമിനകത്ത് ചെയ്തോളൂ. കാര്യം ഡെഫിനിഷനും ഡിക്ലറേഷനും ഒക്കെ നമ്മൾ ഈ math.h എന്ന് പറയുന്ന ഹെഡർ ഫയലിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. printf scanf ഒക്കെ നമ്മൾ ഇവിടെ കോൾ ചെയ്തതേ ഉള്ളൂ. printf എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്തേക്കുവാണ് ഇവിടെ. scanf എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്തേക്കുവാണ്. നമ്മൾ ഏത് ഫംഗ്ഷനെ നമ്മൾ ഡിഫൈൻ ചെയ്തില്ല, ഡിക്ലെയർ ചെയ്തില്ല. ഇതെല്ലാം stdio.h എന്ന് പറഞ്ഞ ഹെഡർ ഫയലിനകത്ത് ഡിക്ലറേഷനും ഡെഫിനേഷനും ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കോൾ ചെയ്താൽ അത് വർക്ക് ചെയ്തോളും. ഓക്കെ, അതേപോലെ നോക്കിക്കേ, പവർ എന്ന് പറഞ്ഞ ഫംഗ്ഷനെ നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടേ ഉള്ളൂ, കോൾ ചെയ്തിട്ടേ ഉള്ളൂ. നമ്മൾ അതിന്റെ ഡിക്ലറേഷനും ഡെഫിനേഷനും ഒന്നും കൊടുത്തിട്ടില്ല. അതെല്ലാം math.h എന്ന് പറഞ്ഞ ഹെഡർ ഫയലിനകത്തോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ആ ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്തപ്പം വാല്യൂ നമുക്ക് ഒരു വേരിയബിളിനകത്തോട്ട് സ്റ്റോർ ചെയ്യുക. വരുന്ന വാല്യൂ ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യുക, അത് പ്രിന്റ് ചെയ്യുക. ഇതാണ് ലൈബ്രറി ഫംഗ്ഷൻസ്. ഇനി യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസിന്റെ മെയിൻ സ്റ്റെപ്പുകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ എക്സാമ്പിൾ നമുക്ക് നെക്സ്റ്റ് ഡേ നോക്കാം.